ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനംവകുപ്പിന് ആരും കൽപ്പിച്ചു നൽകിയിട്ടില്ല. ധിക്കാര നടപടിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവകാശപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെക്കോർഡ്സിൽ തന്നെ ഉള്ള ആ രാജപാത അത് തുറന്നു കിട്ടണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായി അത് അടച്ചു വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. ആ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുൻപോട്ട് പോയി. അതിനുശേഷം തിരിച്ചുപോയ മാമ്പളത്തേക്ക് തിരിച്ചു പോയിട്ടുള്ള ആളുകളെയാണ് നെടുമ്പാശ്ശേരിയിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു നിർത്തി കേസെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നീതിരഹിതമായ ഫാസിസ്റ്റ് നടപടിയാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ആരും ഇവിടെ ഈ വിധത്തിൽ ജനങ്ങൾക്ക് മേലെ കുതിര കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കൽപ്പിച്ചു നൽകിയിട്ടില്ല. ജനകീയ സമരത്തിന് മുന്നിൽ ഏത് സർക്കാരും മുട്ടുമടക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ധിക്കാരപരമായി പെരുമാറുകയും മാങ്കുളത്ത് നിന്നുള്ള ആളുകളെ വടിയിൽ തടഞ്ഞു നിർത്തി കേസെടുക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ജനകീയ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മാങ്കുളം നിവാസികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു.